ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഡിവോഴ്സിന് അപേക്ഷിച്ചിട്ടുണ്ടെന്ന് ജയന്തി പറയുമ്പോൾ സുധീഷ് ചോദിക്കണ ഡിവോഴ്സ് അപ്പൊ കിട്ടിയില്ലേ? അപ്പൊ ജയന്തിയുടെ അച്ഛൻ പറയണ ഉടനെ കിട്ടും, 2-3 മാസത്തിനുള്ളിൽ കിട്ടും. ജയന്തിയുടെ അമ്മ പറയണ 5-6 വർഷം ആ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുകയായിരുന്നു എന്റെ അമ്മ. ഇനി അവളോട് എല്ലാം സഹിച്ച് ഇഷ്ടമില്ലാത്തടത്ത് ജീവിക്കാൻ പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. 3 വർഷമായി ഞങ്ങളുടെ കൂടെ ഉണ്ട് അവള്. ഇപ്പൊ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. ഹരീഷ് പതിയെ സുധീഷിനോട് പറയുന്നു, സുധീഷേട്ടാ എന്താ ഇത്, കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായെന്ന് പറയുന്നു. ഇവര് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് 3 വർഷമായെന്നും പറയുന്നു. എല്ലാം കൂടി ഇപ്പം 9 വർഷമായല്ലോ. സുഭാഷിനെക്കാളും പ്രായമുള്ള പെണ്ണാണെന്ന് തോന്നുന്നു. ജയന്തിയുടെ അച്ഛൻ പറയണ നേരത്തെ തന്നെ ഡിവോഴ്സ് വാങ്ങേണ്ടതായിരുന്നു. ആ പയ്യൻ ഡിവോഴ്സ് തരില്ല എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി. ഇപ്പൊ സമ്മതിച്ച് അപ്ലൈ ചെയ്തതേ ഉള്ളൂ. അപ്പൊ ജയന്തി പറയണ അപ്ലൈ ചെയ്തിട്ട് ഫ്യൂ മന്ത്സ് ആയി, എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടും. ചെറിയമ്മ പറയുകയാണ് നേരത്തെ സംഭവിച്ച തെറ്റ് വീണ്ടും സംഭവിക്കാൻ പാടില്ലല്ലോ. എന്താണെങ്കിലും നേരിൽ കണ്ട് സംസാരിക്കാമെന്ന് കരുതിയ ജയന്തിയെ കൂട്ടിക്കൊണ്ട് വന്ന. ജയന്തിയുടെ അച്ഛൻ ചോദിക്കുന്നു, സുഭാഷിന് മാസം എത്ര വരുമാനമുണ്ട്? അപ്പൊ ദാസപ്പൻ പറയുകയാണ് എത്രയാണെന്ന് പറയാൻ പറ്റില്ല, ജോലിക്കനുസരിച്ച് കാശ് കിട്ടും. സുഭാഷ് നല്ലൊരു മേസ്തിരിയാ, തിരുവനന്തപുരത്ത് ഒരുപാട് ബിൽഡിങ്ങുകൾ കെട്ടുന്നുണ്ട്. ജയന്തിയുടെ അച്ഛനും അമ്മയും സുഭാഷുമായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. ഭാസ്കരൻ ചോദിക്കുന്നു, മോക്ക് എത്ര വയസ്സായി? അപ്പൊ ജയന്തി പറയണേ എനിക്ക് 35 വയസ്സായി. ഇത് കേട്ട് ഞെട്ടി ഭാസ്കരൻ ചോദിക്കണം 35? സുഭാഷ് പറയണ അച്ഛാ അതൊക്കെ ഞങ്ങൾ സംസാരിച്ചായിരുന്നു, എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഹരീഷ് ചോദിക്കുന്നു, എന്താ സുധീഷ് ഏട്ടാ സുഭാഷൻ ഇങ്ങനെ പറയുന്നേ? ചെറിയമ്മ പറയണ ചെറുക്കനും പെണ്ണും തമ്മിൽ ഒരു 3 വയസ്സിന്റെ വ്യത്യാസം, അതൊക്കെ ഇപ്പൊ ആര് നോക്കാനാ, ഞങ്ങൾ നോക്കുമെന്ന് ഭാസ്കരൻ പറയുമ്പോൾ സുഭാഷ് പറയണ അച്ഛാ ഒന്നും മിണ്ടാതിരിക്കോ. ജയന്തിയുടെ അച്ഛൻ ചോദിക്കുന്നു, അടുത്ത വെള്ളിയാഴ്ച നല്ല ദിവസമാണ്, അന്ന് നമുക്ക് നിശ്ചയം നടത്തിയാലോ? നികേഷ് ചോദിക്കുന്നു, നിശ്ചയമോ? അപ്പൊ ദാസവൻ പറയണ വീട്ടിലെ മുതിർന്ന ആള് വേണം പറയാൻ. ഭാസ്കരേട്ടാ വെള്ളിയാഴ്ച വിവാഹ നിശ്ചയം നടത്തിയാലോ? ഇത് കേട്ട് ഭാസ്കരൻ പറയണ എല്ലാം എന്നോട് ചോദിച്ചിട്ടല്ലേ ഇവിടെ നടക്കുന്നത്, നിങ്ങൾ എന്തെങ്കിലും ചെയ്. അങ്ങനെ ഭാസ്കരൻ അവിടെ വന്ന് പോകുമ്പോൾ സുഭാഷ് പറയണ അച്ഛൻ അങ്ങനെയാ, നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ഇത് കേട്ട് ജയന്തിയുടെ അച്ഛൻ പറയണ സാരമില്ല, ഞങ്ങക്ക് മനസ്സിലാകും, അടുത്ത വെള്ളിയാഴ്ച നിശ്ചയം നടത്തിയാലോ? എല്ലാവരും ഒന്ന് നോക്കിട്ട് സുഭാഷ് പറയണ വെള്ളിയാഴ്ചയോ? ശരി, നിശ്ചയം നടത്താം. ഇത് കേട്ട് ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് നിധിയും സുധീഷും നികേഷും ഹരീഷും എല്ലാം. ജയന്തിയുടെ അച്ഛൻ പറയുന്നു, മുഹൂർത്തം നോക്കിയിട്ട് ഞാൻ വിളിക്കാം. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിട്ട് വരാന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. ദാസപ്പനുമായി സംസാരിച്ച് സുഭാഷും പിന്നാലെ പോകുന്നു. സുധീഷും നികേഷും ഹരീഷും നിധിയും വിഷമത്തോടുകൂടി സുഭാഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് സുഭാഷ് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ തടഞ്ഞുകൊണ്ട് സുധീഷ് ചോദിക്കുന്നു, സുഭാഷൻ എങ്ങോട്ടായി പോകാൻ നോക്കുന്നത്? അപ്പൊ സുഭാഷ് പറയണ ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാം. അപ്പൊ സുധീഷ് പറയുന്നു വെള്ളമൊക്കെ പിന്നെ കുടിക്കാം, ഇവിടെ നിക്ക്. ഹരീഷ് ചോദിക്കണ്ട പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു കല്യാണം തീരുമാനിച്ചേ? അപ്പൊ സുഭാഷ് പറയണ ഇതെന്താ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്, നിങ്ങളുടെ സുഭാഷേട്ടന്റെ കല്യാണം നടക്കണമെന്ന് നിങ്ങളല്ല ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചേ? അപ്പൊ ഹരീഷ് പറയണ ഞങ്ങൾ ആഗ്രഹിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷെ അതുകൊണ്ട് ഇങ്ങനെ നടക്കണമെന്നാണോ? സുധീഷ് പറയണ ആ കുടുംബത്തെ പറ്റിയോ ആ പെണ്ണിനെ പറ്റിയോ ഒന്നും ഞങ്ങളോട് പറയാതെ സുഭാഷേട്ടൻ എന്തിനാ ആ പെണ്ണിനെ കാണാൻ പോയത്? അപ്പൊ നിധി പറയണ സുഭാഷേട്ടാ എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, ഓരോ തവണയും നമ്മൾ എല്ലാവരും കൂടി പോയി പെണ്ണ് കാണുന്നു, ആ ബന്ധം ശരിയായില്ലെങ്കിൽ എല്ലാവർക്കും വിഷമമുള്ള കാര്യം, അതുകൊണ്ട് സുഭാഷേട്ടൻ തന്നെ കണ്ട് സംസാരിച്ച് ഓക്കെ ആയതിനു ശേഷമാണ് ഞങ്ങളോട് ഈ കാര്യം പറഞ്ഞത്. ശരിക്കും സുഭാഷേട്ടൻ ഈ കല്യാണത്തിന് സമ്മതമാണോ? സുധീഷ് ചോദിക്കണ സുഭാഷേട്ടാ രണ്ടാമത് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ സുഭാഷേട്ടൻ എന്തിനാ കല്യാണം കഴിക്കുന്നത്? സുഭാഷ് ചോദിക്കുന്നു എന്താടാ രണ്ടാമത് കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റാണോ? ഹരീഷ് പറയണ സുഭാഷേട്ടാ ഞങ്ങൾ അത് തെറ്റെന്നല്ല പറഞ്ഞേ, സുഭാഷേട്ടന്റെ കല്യാണം ഇത് രണ്ടാമത്തെ അല്ലല്ലോ, ആദ്യത്തെ കല്യാണം അല്ലേ? സുഭാഷേട്ടനെക്കാട്ടിലും പ്രായ കൂടുതലുമാണ് ആ പെണ്ണിന്, എന്തിനാണ് അവരെ കല്യാണം കഴിക്കുന്നത്? ഇത്രയ്ക്ക് ധൃതി എന്താണോ? നികേഷ് പറയണ സുഭാഷേട്ടാ അവരെ ആരെയും ഞങ്ങൾ തെറ്റു പറഞ്ഞതല്ല, സുഭാഷേട്ടനത് ശരിയാകുമെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. എത്രയോ വീട്ടിൽ പെണ്ണ് കാണാൻ പോയിരിക്കുന്നു, അവരും നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ ആരും കല്യാണ പെണ്ണിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ല. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു എന്താണ് നിങ്ങളുടെ പ്രശ്നം? ആ പെണ്ണിപ്പം നമ്മുടെ വീട്ടിലേക്ക് വന്നതാണോ പ്രശ്നം? ആ പെണ്ണ് നമ്മുടെ വീട്ടിലേക്ക് വന്നതിൽ എന്താ പ്രശ്നം? അപ്പൊ നിധി പറയണ പെണ്ണ് നമ്മുടെ വീട്ടിലേക്ക് വന്നതല്ല പ്രശ്നം, സെക്കൻഡ് മാരേജ് ചെയ്യുന്നതിലും തെറ്റില്ല. സുഭാഷേട്ടൻ അവരെ കുറിച്ച് നന്നായി അന്വേഷിച്ചോ? അവരുടെ സംസാരത്തിൽ ഒരു ധൃതിയുണ്ട്, ഇപ്പൊ വന്ന് കണ്ടിട്ട് പോയതല്ലേ ഉള്ളൂ, അതിനുള്ളിൽ വെള്ളിയാഴ്ച വിവാഹ നിശ്ചയം നടത്താന്ന് പറയുന്നു, നമ്മൾ ഇതുവരെ പെണ്ണിന്റെ വീട് പോലും പോയി കണ്ടില്ല. അപ്പൊ സുഭാഷ് പറയണ നിശ്ചയത്തിന്റെ അത് കാണാലോ മോളെ. നിധി ചോദിക്കുന്നു അതെങ്ങനെ സുഭാഷേട്ടാ, ഇത് കല്യാണക്കാരിയല്ലേ, നിശ്ചയമൊക്കെ നടന്നതിന് ശേഷം നമുക്ക് പിന്മാറാൻ പറ്റുമോ? നമുക്ക് നന്നായി ആലോചിച്ചൊരു തീരുമാനം എടുക്കണ്ടേ? സുഭാഷ് ചോദിക്കണ മോൾ എന്താ ഇവരുടെ ഒപ്പം നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്? എന്റെ കല്യാണം നടക്കണമെന്ന് നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചതല്ലേ, അവരെ ധൃതി പിടിക്കുകയൊന്നുമല്ല, കുറച്ചു നാളായി ഞാൻ ബ്രോക്കർ വഴി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സുധീഷ് പറയണ സുഭാഷേട്ടാ ഉടനെ എന്തിനാ നിശ്ചയം നടത്തുന്നത്, കുറച്ചു നാൾ കഴിഞ്ഞ് നടത്തിയാ പോരെ? അപ്പൊ സുഭാഷ് പറയണ അവര് പറഞ്ഞില്ലേ വെള്ളിയാഴ്ച നല്ല ദിവസമാണെന്ന്. ഇത് കേട്ട് ഹരീഷ് ചോദിക്കണ അതെന്താ ഇനിയും നല്ല ദിവസങ്ങൾ വരില്ലേ? സുഭാഷ് ചോദിക്കണ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ, ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്നുള്ളതായിരുന്നു നിങ്ങളുടെ പ്രശ്നം, ശരി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതിന്റെ അർത്ഥം എന്താ? ഇത് കേട്ട് നിധി പറയണ അങ്ങനെയല്ല സുഭാഷേട്ടാ, സുഭാഷിന്റെ കല്യാണം നടക്കണം, അതാ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം, പക്ഷെ ഈ ഫാമിലിയിൽ എന്തോ ഒന്ന് തെറ്റായിട്ടുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയണ സുഭാഷേട്ടാ എനിക്കിത് ശരിയായിട്ട് തോന്നുന്നില്ല, സുഭാഷേട്ടൻ ബ്രോക്കറുമായി സംസാരിച്ചിട്ടുണ്ട്, പെണ്ണിനെ നേരിൽ പോയി കാണുകയും ചെയ്തു, ഓക്കെയും പറഞ്ഞു, ആ വീട്ടുകാർ വന്ന് ഇവിടെ വന്നിരിക്കുന്നത് വരെ ആ കുടുംബത്തെ
കുടുംബത്തെ പറ്റിയോ ആ പെണ്ണിനെ കുറിച്ചോ ഞങ്ങളോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഇപ്പോഴാ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് മനസ്സിലാക്കിയിട്ടും കുറച്ചുപോലും സ്പേസ് തരാതെ ഉടനെ നിശ്ചയത്തിന്റെ ദിവസം കുറിച്ച് അവര് പോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ സുഭാഷ് ഏതോ ട്രാപ്പിൽ ചെന്ന് വീഴാൻ പോവുകയാണെന്ന് തോന്നുക. അപ്പൊ സുഭാഷ് പറയണ, എടാ ചുമ്മാ ഓരോന്ന് പറയല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറെ നാളായി അവരോട് സംസാരിക്കുന്നുണ്ട്. ബ്രോക്കറായി ഈ കുടുംബത്തെ കുറിച്ച് എപ്പോഴാണോ എന്നോട് സംസാരിച്ചത് അപ്പൊ മുതലേ ഞങ്ങൾ ഈ കാര്യം സംസാരിക്കുന്നുണ്ട്. ഞാനും ആ പെണ്ണും കൂടി കണ്ട് എല്ലാം തുറന്ന് സംസാരിച്ചു. ഇത്രയും കാര്യങ്ങളും നിങ്ങൾ ഒരേ ഒരു ദിവസം കൊണ്ട് അറിഞ്ഞതാണ് പ്രശ്നം. എന്നെ വിശ്വസിക്കുക, എല്ലാം നന്നായി വരും. ഇത് കേട്ടുകൊണ്ട് എവിടേക്കെന്നാ ഭാസ്കരൻ ചോദിക്കുന്നു. എന്താ ഇപ്പൊ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോ നീ? അപ്പൊ സുഭാഷ് പറയണ, അതെ അച്ഛാ തീരുമാനിച്ചു. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കണ, എടാ നിനക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു കല്യാണം? ആ പെണ്ണ് നിന്നെക്കാട്ടിലും 3 വയസ്സിന് മൂത്തതാ, നേരത്തെ കല്യാണം കഴിഞ്ഞ പെണ്ണും. അപ്പൊ സുഭാഷ് പറയണ, അച്ഛാ ഇപ്പൊ അതിനെ കുറിച്ച് സംസാരിച്ചു തീർന്നതേ ഉള്ളൂ, വീണ്ടും അച്ഛൻ തുടങ്ങണ്ട. നേരത്തെ കല്യാണം കഴിഞ്ഞതാണെങ്കിൽ എന്താ, ഞാനെന്താ ആ പെണ്ണിന് ഭർത്താവ് ഉള്ളപ്പോൾ കല്യാണം കഴിക്കുകയാണോ? അല്ലല്ലോ. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഇതുവരെ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡിവോഴ്സ് പോലും കിട്ടിയിട്ടില്ല. അപ്പൊ സുഭാഷ് പറയണ, അവർ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞില്ലേ, കുറച്ചു നാളിനുള്ളിൽ കിട്ടുമെന്നും ആ പെണ്ണ് പറയുന്നു. ഇത് കേട്ട് സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ ഡിവോഴ്സ് വന്നതിന് ശേഷം നിശ്ചയം നടത്തിയ പോരെ, എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നത്? അവൻ ഇത്രയും നാളും വെയിറ്റ് ചെയ്തില്ലേ, ഇനി കുറച്ച് മാസങ്ങൾ കൂടി വെയിറ്റ് ചെയ്യല്ലോ. ഭാസ്കരൻ ചോദിക്കുന്നു, ഞാൻ അറിയാത്തത് കൊണ്ട് ചോദിക്കുക, നിനക്ക് കല്യാണം നടക്കില്ല എന്നങ്ങ് തീരുമാനിച്ചു. അവരെ കണ്ടില്ലേ, ആ പെണ്ണിന്റെ അച്ഛനും അമ്മയും ചെറിയമ്മയും ഒക്കെ ഏതിന്റെയും മുഖം നന്നായിട്ടുണ്ടോ? എല്ലാം ക്രിമിനലുകളോ? അവരുടെ ഭാഗത്ത് എന്താ ന്യായം? ശരി, ആ പെണ്ണിന്റെ രണ്ടാമത്തെ കല്യാണമാണ്, പക്ഷെ നിന്റെ ആദ്യത്തെ കല്യാണം അല്ലേ? ഏതെങ്കിലും നാട്ടില് പെണ്ണിന്റെ വീട് കാണാതെ നിശ്ചയം തീരുമാനിക്കൂ? കല്യാണത്തിന് മുമ്പ് ഏതെങ്കിലും പെണ്ണ് ചെറുക്കന്റെ വീട്ടിലേക്ക് വരുമോ? ഇത് ലവ് മാരേജ് ഒന്നും അല്ലല്ലോ. അപ്പൊ സുഭാഷ് പറയണ, അവര് പറഞ്ഞില്ലേ വിവാഹം പെട്ടെന്ന് നടത്തണമെന്ന്. പണ്ടത്തെ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാനാ ജയന്തിയും വീട്ടുകാരും വന്നത്. ഭാസ്കരൻ പറയണ, അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നീ കല്യാണം നടക്കില്ല എന്ന് വിശ്വസിച്ച് ഏതെങ്കിലും കുഴിയിൽ പോയി വീടരുത്. ഇത് നിന്റെ ജീവിതമാണ്, നീ വേണം ശ്രദ്ധിക്കാൻ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഭാസ്കരൻ അവിടെ നിന്ന് പോകുമ്പോൾ സുഭാഷ് പറയണ, അച്ഛന് വേറെ ജോലിയില്ല, നിങ്ങൾ അത് വിട്. നിങ്ങൾ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കാതെ പോയി ജോലി ചെയ്യാൻ നോക്ക്, എല്ലാം നന്നായി വരും. അങ്ങനെ സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ നിധി പറയണ, ഈ ബന്ധത്തിൽ സുഭാഷിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇനി ഇതിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. എടാ നികേഷ്, നിനക്ക് എന്ത് പറ്റിയടാ? അപ്പൊ നികേഷ് പറയണ, ഒന്നുമില്ല എടുത്തി, സുഭാഷ് ഏട്ടൻ ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെയാ. തുടർന്ന് രാവിലെ അടുക്കളയിൽ സുഭാഷിനെ സഹായിക്കുകയാണ് നിധി സുഭാഷിന് കോഫി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കുടിച്ചു നോക്കി സുഭാഷ് പറയുന്നു, നന്നായിട്ട് കോഫി ഉണ്ടാക്കാൻ പഠിച്ചല്ലോ. ഇത് കേട്ട് പുഞ്ചിരിച്ച് നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ ഞാനൊരു കാര്യം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കില്ലേ, ശരിക്കും സന്തോഷമായിട്ടാണോ സുഭാഷ് ഏട്ടൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത്? എനിക്ക് സന്തോഷമാണ് മോളെ. ഇത് കേട്ട് നിധി പറയണ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളു സുഭാഷ് ഏട്ടാ, ആരുടെയും നിർബന്ധം കാരണം അല്ലല്ലോ ഈ കല്യാണത്തിന് ഓക്കെ പറഞ്ഞത്, എന്തെങ്കിലും കാരണമുണ്ടോ? അപ്പം സുഭാഷ് പറയണ, അങ്ങനെയൊന്നുമില്ല മോളെ, ഡിവോഴ്സ് ആയ പെണ്ണ് വീണ്ടും കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ നിധി പറയണ, അങ്ങനെയൊന്നുമില്ല സുഭാഷ് ഏട്ടാ, അതിലൊന്നും ഒരു തെറ്റുമില്ല. പിന്നെന്താ, ആ പെണ്ണിന്റെ എന്നെക്കാളും പ്രായ കൂടുതലുള്ളതാണോ പ്രശ്നമെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, അതൊന്നും അല്ല സുഭാഷ് ഏട്ടാ, അത് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നമല്ലേ, അതൊന്നും വലിയ കാര്യമല്ല. എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരെന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നതെന്നുള്ള സംശയമാണ്. നിശ്ചയം, കല്യാണം, ഈ പ്രോസസ് ഒക്കെ പെട്ടെന്ന് നടക്കുന്നത് പോലെ. ഈ കല്യാണം ഉടനെ നടക്കണമെന്ന് സുഭാഷ് ഏട്ടനും ആഗ്രഹിക്കുന്നത് പോലെ തോന്നുക. ഈ കല്യാണം ഉടനെ നടക്കണമെന്ന് സുഭാഷ് ഏട്ടനും ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. നമ്മൾ ഇതുവരെ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയില്ല, പെണ്ണിന്റെ ഫാമിലിയെ കുറിച്ചൊന്നും അന്വേഷിച്ചിട്ടുമില്ല. പക്ഷെ അവര് നിശ്ചയത്തിനുള്ള തീയതി കുറിച്ചിട്ട് പോയി. എല്ലാ തീരുമാനങ്ങളും അവര് തന്നെയാണ് എടുക്കുന്നത്, നമ്മൾ അതിനെല്ലാം ഓക്കെ മാത്രമാണ് പറയുന്നത്. ആ പെണ്ണിവിടെ വന്ന് നമ്മുടെ ജോയിന്റ് ഫാമിലിയിൽ താമസിക്കുമോ? അതൊക്കെ സുഭാഷ് ഏട്ടൻ അവരോട് സംസാരിച്ചോ? ഇത് കേട്ട് സുഭാഷ് പറയണ, അതൊക്കെ സംസാരിച്ചു മോളെ, അവര് വരും. നിധി ചോദിക്കുന്നു, ശരിക്കും സംസാരിച്ചോ? അപ്പൊ സുഭാഷ് പറയണ, സംസാരിച്ചു മോളെ, ആ പെണ്ണ് ഇന്നലെ വന്ന് വീടൊക്കെ കണ്ടില്ലേ, ഈ വീട് ചെറുതാണല്ലോ, ഇവിടെ എങ്ങനെ താമസിക്കാൻ പറ്റും, സൗകര്യങ്ങൾ കുറവാണെന്നൊന്നും ആ കുട്ടി പറഞ്ഞില്ലല്ലോ, എല്ലാവരും നല്ല രീതിയിലല്ലേ സംസാരിച്ചേ? അപ്പൊ നിധി പറയണ, ഞാൻ എന്താ ഇതിനെ കുറിച്ച് വീണ്ടും ചോദിക്കുന്നതെന്ന് വെച്ചാൽ സുഭാഷേട്ടന് ഈ കുടുംബം വളരെ പ്രധാനപ്പെട്ടതാ, അനിയന്മാരില്ലാതെ സുഭാഷേട്ടനെ ജീവിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ആ പെണ്ണ് വേറെ മാറി താമസിക്കാമെന്ന് പറഞ്ഞാൽ സുഭാഷേട്ടൻ അതപ്പം ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതിനെ കുറിച്ചെല്ലാം നിങ്ങൾ സംസാരിച്ചിട്ടില്ലേ? അപ്പൊ സുഭാഷ് പറയണ, ഞാൻ സംസാരിച്ചു മോളെ ടെൻഷൻ ആകുന്ന രീതിയിൽ ഒന്നുമില്ല. ഇത് കേട്ട് നിധി പറയണ, ശരി സുഭാഷേട്ടൻ സംസാരിച്ചെങ്കിൽ പിന്നെ എനിക്ക് ഓക്കെയാ. ദിവസവും നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാറില്ലേ? അപ്പൊ സുഭാഷ് പറയണ, ആ അന്ന് തനിച്ച് കണ്ട് രണ്ടുപേരും സംസാരിച്ചായിരുന്നു, അതിനുശേഷം ഇന്നലെയാ കണ്ടത്. ഇത് കേട്ട് നിധി ചോദിക്കണ്ട, അപ്പൊ ഇതുവരെ നിങ്ങൾ രണ്ടുപേരും കൂടി 1/2 മണിക്കൂറിൽ സംസാരിച്ചിട്ടുള്ളൂ? സുഭാഷ് ചോദിക്കുന്നു, അതെന്താ മോളെ 1/2 മണിക്കൂർ പോരെ? അപ്പൊ നിധി പറയണ, അതല്ല സുഭാഷേട്ടാ, ഞാൻ പറഞ്ഞ സുഭാഷേട്ടൻ മനസ്സിലാക്കേണ്ട കാര്യമല്ല, ജീവിതം വലുതാണ്, രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോവുകയാണ്, സംസാരിക്കാനും പരസ്പരം അറിയാനും ഒരുപാട് കാര്യങ്ങളില്ലേ, അതൊക്കെ സംസാരിക്കാൻ 1/2 മണിക്കൂർ മതിയോ? ഇത് കേട്ട് സുഭാഷ് പറയണ, 1/2 മണിക്കൂർ തന്നെ എനിക്ക് കൂടുതലാ, 5 മിനിറ്റിൽ പോലും എന്ത് സംസാരിക്കണമെന്ന് എനിക്കറിയില്ല. ഇത് കേട്ട് നിധി പറയുന്നു, ശരി സുഭാഷേട്ടന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ഓക്കെയാ. സുഭാഷേട്ടൻ ക്ലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ വീണ്ടും ഇത് ചോദിച്ചത്. ഞാൻ ഇന്നലെ എല്ലാവരോടും പറഞ്ഞു ഇനി ഇതിനെ കുറിച്ച് സംസാരിക്കണ്ടെന്ന്, എന്നിട്ട് ഞാൻ തന്നെ സംസാരിച്ചു. സുഭാഷേട്ടന് ഇഷ്ടപ്പെട്ട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. സുഭാഷേട്ടന്റെ ജീവിതത്തിൽ തെറ്റായിട്ടൊന്നും സംഭവിക്കാൻ പാടില്ല, ആ ടെൻഷൻ മാത്രമേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൂ. സുഭാഷേട്ടൻ അത് തെറ്റിദ്ധരിക്കണ്ട. ഇത് കേട്ട് സുഭാഷ് പറയണ, എനിക്കറിയാം മോളെ, പക്ഷെ എല്ലാം നന്നായി വരും.
വരും. മോള് വേണമെങ്കിൽ നോക്കിക്കോ. ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞാൽ അടുത്തത് ഹരീഷിന്റെ കല്യാണം ആയിരിക്കും. അവന്റെ ജീവിതം നന്നായി വരും. ഇത് കേട്ട് നിധി ചോദിക്കണ്ട, അപ്പോ ഹരീഷിന്റെ കല്യാണം നടക്കാൻ വേണ്ടിയാണ് സുഭാഷ് ഏട്ടൻ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചേ? അപ്പൊ സുഭാഷ് പറയണ, അയ്യോ അങ്ങനെയൊന്നും അല്ല മോളെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. മോളെന്താ അത് വെച്ച് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? മോള് കോഫി കുടിക്ക്, ആറും. തുടർന്ന് നിധി സ്കൂട്ടറൊക്കെ എടുത്ത് ഓഫീസിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ അവിടേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, നിധി എന്താ സ്കൂട്ടറിലാണോ പോകുന്നത്? അപ്പൊ നിധി പറയണ, അതെ, എന്താ പ്രത്യേകിച്ച് ചോദിക്കുക? അപ്പൊ സുധീഷ് പറയണ, സാധാരണ ബസ്സിലല്ലേ പോകുന്നത്? നിധി ചോദിക്കുന്നു, ഈ വണ്ടി ഇവിടെ വെച്ചേക്കാൻ വാങ്ങിച്ചാണോ? അപ്പൊ സുധീഷ് പറയണ, നിധിയല്ലേ പറഞ്ഞത് റോഡിലൂടെ വലിയ വലിയ വണ്ടികൾ വരുന്നു, വണ്ടി ഓടിക്കാൻ പേടിയാ, വെയിലടിക്കും, മഴ പെയ്യും, ഇങ്ങനെ ഒരുപാട് കഥ പറഞ്ഞായിരുന്നല്ലോ. ഇത് കേട്ട് നിധി പറയണ, അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു, പക്ഷെ ഇപ്പൊ എനിക്ക് വണ്ടി പോണെന്ന് തോന്നുന്നു, അതിനിപ്പോ എന്താ? ഇത് കേട്ട് സുധീഷ് പറയണ, ഒന്നുമില്ല, പൊയ്ക്കോ, ഞാൻ വേണമെങ്കിൽ തുടച്ചു തരാം. അപ്പൊ നിധി പറയണ, ആവശ്യമില്ല. തുടർന്ന് നിധി ബാഗൊക്കെ സ്കൂട്ടറിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ സുധീഷ് പറയണ, ഇന്നലെ വരെ ബസ്സിൽ പോയതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് കേട്ടോ. അപ്പൊ നിധി പറയണ, ബസ്സിൽ പോകുന്നതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ചില മോശപ്പെട്ട കാഴ്ചയൊക്കെ കാണേണ്ടി വരുന്നു, അതുകൊണ്ടാ സ്കൂട്ടറിൽ പോകാമെന്ന് തീരുമാനിച്ചത്. ഏതിട്ട് പുഞ്ചിരിച്ച് സുധീഷ് മനസ്സിൽ പറയണ, എന്നെയാ പറയുന്നത്, സാരമില്ല. അങ്ങനെ എന്ത് മോശം കാഴ്ചയാ കണ്ടേന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, മോശം കാഴ്ചയാണെന്ന് പറഞ്ഞില്ല, ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് പറയണം. അങ്ങനെ നിധി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്, സ്റ്റാർട്ട് ആകുന്നില്ല. സുധീഷ് പറയുന്നു, നിധി ഇങ്ങിതാ, ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തരാം. അപ്പൊ നിധി പറയണ, വേണ്ട, ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തോളാം. സുധീഷ് ചോദിക്കണം, ഞാൻ വേണമെങ്കിൽ നിധിയെ ബസ് സ്റ്റോപ്പിലാക്കാം, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ഒരുപാട് ഓട്ടോ വരുമല്ലോ, ആ ഓട്ടോയിൽ ഒന്നിൽ കയറ്റി വിടാം. നിധി ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇപ്പൊ എന്താ പ്രശ്നം? എന്തിനാ എന്നെ ബസ് സ്റ്റോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ധൃതി പിടിക്കുന്നത്? അപ്പൊ സുധീഷ് പറയണ, അല്ല, എനിക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകണം, അവിടെയല്ലേ എന്റെ ഗായു ഉള്ളത്, എനിക്ക് അവളെ കാണണം, ഞാൻ അങ്ങോട്ടാ പോകുന്നത്. കമ്പനിക്ക് നിധിയെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നു വിചാരിച്ചു, പക്ഷെ നിധി സമ്മതിക്കില്ലല്ലോ. ഇത് കിട്ടി ദേഷ്യത്തോടു കൂടി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുകയാണ് നിധി. സുധീഷ് പറയുന്നു, നിധി ഒരു മിനിറ്റ്, എന്റെ ഡ്രസ്സ് ഓക്കെ ആണോ? അതല്ല, അവക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല, അതാ ചോദിച്ചത്. ഇത് കേട്ട് നിധി പറയണ, അവക്ക് ഇഷ്ടമാകുമെന്ന് അവളോട് ചോദിച്ചാ പോരെ, എന്തിനാ എന്നോട് ചോദിക്കുന്നത്? അങ്ങനെ നിധി സ്കൂട്ടറിൽ അവിടെ വന്ന് പോകുമ്പോൾ സന്തോഷത്തോടു കൂടി സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇങ്ങനെ പോസസീവ് ആവുന്ന കാണാൻ എന്തൊരു ഭംഗിയാ, ഞാനും വരുന്നെന്ന് പറഞ്ഞ് സുധീഷ് ബൈക്കിൽ നിധിയുടെ പിന്നാലെ പോവുകയാണ്. ഒപ്പം വരുന്ന സുധീഷിനെ കണ്ട് നിധി ചോദിക്കുന്നു, നിങ്ങൾ എന്താ ചെയ്യുന്നേ? പുഞ്ചിരിച്ച സുധീഷ് പറയുകയാണ്, ചുമ്മാ കമ്പനിക്ക് വന്നതാ നിധി. അപ്പൊ നിധി പറയണ, എനിക്ക് നിങ്ങളുടെ കമ്പനി ഒന്നും വേണ്ട, എനിക്ക് നന്നായി വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ പോ. അപ്പൊ സുധീഷ് പറയണ, ഞാനും കൂടി വരാം, ആദ്യമായിട്ട് പോകുന്നതല്ലേ, അതൊന്നും വേണ്ടെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ, എന്റെ ആളെ കാണാൻ ഞാൻ ലേറ്റ് ആകുമെന്നൊന്നും നിധി ചിന്തിക്കണ്ട, എന്റെ ഗായു എത്ര വേണമെങ്കിലും എനിക്ക് വേണ്ടി കാത്തു നിൽക്കും. ഇത് കേട്ട് നിധി മനസ്സിൽ പറയണ, 2 ദിവസം കൊണ്ട് എന്റെ ഗായുവായി. എന്തെങ്കിലും പറഞ്ഞുവെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, ഒന്നുമില്ല. പെട്ടെന്ന് നിധിയുടെ സ്കൂട്ടർ നിന്ന് പോവുകയാണ്. ബൈക്കിൽ മുന്നോട്ടേക്ക് വരുന്ന സുധീഷ് പറയുന്നു, എവിടെ കാണുന്നില്ലല്ലോ, എന്തുപറ്റി? അങ്ങനെ അരികിലേക്ക് ചെന്ന് സുധീഷ് ചോദിക്കുന്നു, നിധി എന്തുപറ്റി? അപ്പൊ നിധി പറയണ, വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. അപ്പൊ സുധീഷ് പറയണ, മാർക്ക്, ഞാൻ നോക്കട്ടെ. സുധീഷ് നോക്കിയിട്ടും വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. ഇന്നലെ മഴ നനഞ്ഞില്ലേ, അതായിരിക്കും സ്റ്റാർട്ട് ആവാത്തെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, നാളെ മുതൽ വേണമെങ്കിൽ മഴ വരുമ്പോൾ വണ്ടിക്കൊരു കുടയും പിടിച്ച് നിൽക്കാം. അപ്പൊ സുധീഷ് പറയണ, നിധി ചുമ്മാ കളിയാക്കാതെ എത്രയും പെട്ടെന്ന് നിധിക്കൊരു പുതിയ വണ്ടി വാങ്ങിത്തരാം. അപ്പൊ നിധി പറയണ, അതൊന്നും വേണ്ട, എനിക്ക് വണ്ടി വേണമെങ്കിൽ ഞാൻ തന്നെ മേടിച്ചോളാം. സുധീഷ് പറയണ, സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ, എന്റെ ആൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ലേറ്റ് ആകുമല്ലോ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നിധി പറയണ, സുധീഷ് വണ്ടിന്ന് കൈയെടുക്ക്, ഞാൻ ഹരീഷിനെ വിളിച്ച് നോക്കിച്ചോളാം. അപ്പൊ സുധീഷ് പറയണ, നിധി അങ്ങനെ വിചാരിക്കണ്ട, ഗായു അതൊന്നും തെറ്റിദ്ധരിക്കില്ല, അവള് നമ്മളെ മനസ്സിലാക്കും, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്. നിധി ഇങ്ങനെ വണ്ടി റിപ്പയർ ആയിട്ട് നിൽക്കുമ്പോൾ തനിച്ചാക്കിട്ട് പോകാൻ പറ്റും എനിക്ക്, ഞാനൊക്കെ ഒരു പെണ്ണിന് പ്രശ്നം വന്നാൽ മുന്നിൽ ഓടി ചെന്ന് നിൽക്കും. ഇത് കേട്ട് നിധി പറയാണ്, അതെന്താന്ന് വെച്ചാൽ ആ പ്രശ്നത്തിന് കാരണം നിങ്ങളായിരിക്കും. അപ്പൊ സുധീഷ് പറയണ, നിധി ഇങ്ങനെ പറയല്ലേ, ഒരു പെണ്ണിനെ വിഷമിപ്പിക്കുന്ന ശീലമൊന്നും എനിക്കില്ല. ഇത് കേട്ട് നിധി പറയണ, അതെ അതെ, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ സുധീഷ് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ. ശരി, അത് വിടെന്ന് പറഞ്ഞ് സുധീഷ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യാനായി ശ്രമിക്കുകയാണ്. തുടർന്ന് സുധീഷ് പറയുന്നു, നിധി വണ്ടി സ്റ്റാർട്ട് ആകുമെന്ന് തോന്നുന്നില്ല, ഹരീഷിന്റെ കട അടുത്തല്ലേ, നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ? സാരമില്ല, ഞാൻ ഓട്ടോ പിടിച്ച് വെക്കോളാന്ന് നിധി പറയുമ്പോ സുധീഷ് പറയണ, വാ നിധി, അങ്ങോട്ട് ചെന്നാൽ 5 മിനിറ്റ് കൊണ്ട് അവൻ ശരിയാക്കി തരും, ചെറിയ പ്രശ്നമായിരിക്കും, വാ പോകാം, ഞാൻ എന്റെ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് വരാം, 1 മിനിറ്റ്. ശരി എന്ന് പറഞ്ഞ് നിധി സ്കൂട്ടറിൽ നിന്നും ബാഗ് എടുക്കുകയാണ്. സുധീഷ് നിധിയുടെ വണ്ടിയും മുന്തിക്കൊണ്ട് മുന്നോട്ട് നടന്നു വരുന്നു. നടന്നു പോകുന്ന സുധീഷും നിധിയും ഇടയ്ക്കിടയ്ക്ക് മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി ആലോചിക്കുന്നത്? ഒന്നുമില്ലെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ, ചുമ്മാ പറയല്ലേ, ഒന്നുമില്ല, എന്റെ ആളെ കുറിച്ചാണോ ചിന്തിക്കുന്നത്, ഗായുവിനെ കുറിച്ച്? നിധി ചോദിക്കണ, നിങ്ങളുടെ ഗായുവിനെ കുറിച്ച് ഞാൻ എന്തിനാ ചിന്തിക്കുന്നത്? അപ്പൊ സുധീഷ് പറയണ, ഞാൻ ഗായുമായി സംസാരിക്കുന്നു, അത് നിധിക്ക് ഫീൽ ആവുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്, അതിനെ കുറിച്ചാണോ നിധി ചിന്തിച്ചത്? ഇത് കേട്ട് നിധി പറയണ, എനിക്ക് എന്ത് ഫീല്? എനിക്ക് ഒരു ഫീലും ഇല്ല, ഞാൻ സുഭാഷേനെ കുറിച്ചാ ചിന്തിച്ചേ. സുഭാഷേന് എന്താ പ്രശ്നമെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, ഞാൻ രാവിലെ സുഭാഷേനോട് ചോദിച്ചു, ശരിക്കും സുഭാഷേൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതാണോന്ന്, അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോന്ന്. പക്ഷേ സുഭാഷേട്ടൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്ന്. പക്ഷേ എനിക്ക് എന്തൊക്കെയോ ചില സംശയങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ആ സംശയം ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കങ്ങനെ സ്ട്രോങ് ആയിട്ട് പറയാനും പറ്റുന്നില്ല. സുധീഷ് പറയണ, നിധി സുഭാഷേട്ടൻ പിടിവാശിയിലല്ലേ, നമ്മൾ എന്ത് ചെയ്യാനാ, ഇതുവരെ നിശ്ചയമൊന്നും നടന്നില്ലല്ലോ, വാക്ക് പറഞ്ഞതല്ലേ ഉള്ളൂ, നമുക്ക് നോക്കാം, പോകുന്നത് വരെ പോട്ടെ. നിധി പറയണ, സുഭാഷേട്ടന്റെ ജീവിതത്തിൽ തെറ്റായിട്ടൊന്നും സംഭവിക്കാൻ പാടില്ല, സുഭാഷേട്ടൻ പാവ, സെൻസിറ്റീവ്, സുഭാഷേട്ടന് ഹേർട്ട് ആവുന്ന രീതിയിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല, അതാ
എന്റെ പേടി. ഇത് കേട്ട് സുധീഷ് പറയണ, എനിക്ക് മനസ്സിലായി, സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ നിധി ആ വീട് വിട്ടു പോകുമെന്ന് പറഞ്ഞില്ലേ. ഇപ്പം സുഭാഷ് ഏട്ടന്റെ കല്യാണം ഫിക്സ് ആയപ്പോൾ നിധിക്ക് അതോർത്ത് ടെൻഷനാണല്ലേ. നിധിക്ക് നമ്മുടെ വീട് വിട്ടു പോകാൻ ഇഷ്ടമല്ല അതല്ലേ. നിധി പറയണ, അതൊന്നുമില്ല. ശരിക്കും ഞാൻ സുഭാഷ് ഏട്ടന്റെ കാര്യം ഓർത്താ വിഷമിച്ചത്. സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ അടുത്ത നിമിഷമേ ഞാൻ ആ വീട് വിട്ടു പോകും. അതുകൊണ്ട് സുഭാഷ് ഏട്ടൻ ഏതോ ഒരു കുടുംബത്തിലെ ആരെയോ പോയി കല്യാണം കഴിച്ച് കഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേട്ട് സുധീഷ് വിഷമത്തോടു കൂടി നടക്കുമ്പോൾ നിധി പറയണ, സുധീഷെ പെട്ടെന്ന് വാ, എനിക്ക് സമയം പോകുന്നു, ഓഫീസിൽ എത്തേണ്ടതാ. ഓ ശരി ശരി എന്ന് പറഞ്ഞ് സ്കൂട്ടറുമായി നിധിയുടെ ഒപ്പം നടന്നു വരികയാണ് സുധീഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്